I'm a licensed psychologist. I advocate for mental health. என் பிள்ளைங்களை பார்க்க விட மாட்டாங்க. என்னோட ലൈഫ്സ് ഹാപ്പിയസ്റ്റ് ഡേന്ന്. എല്ലാവർക്കും നമസ്കാരം. 2009 ആരതി ജയൻ രവി കല്യാണം കഴിക്കുന്നത്. എന്നാൽ 2024 അവർ വേർപിരിഞ്ഞിരിക്കുകയാണ്. നിയമപരമായിട്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. രണ്ടുപേരും വേർപിരിഞ്ഞാണ് താമസം. പക്ഷേ ജയൻ രവി എന്ന് പറയുന്ന വ്യക്തിയെ മാക്സിമം ഊറ്റി ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ജയൻ രവി ഇന്നലത്തെ പ്രസ് മീറ്റിൽ ഈ പറയുന്ന ആരതിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ വന്നു കയറുമ്പോൾ ഐശ്വര്യങ്ങൾ വന്നു കയറും എന്നും പറയുന്നത് പോലെ തന്നെ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ വന്നു കയറുമ്പോൾ അവളുടെ നാശവും തുടങ്ങുമെന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണ്. എന്തായാലും ഈ വാദങ്ങൾ എല്ലാം ഞാൻ മുൻനിർത്തി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ജയൻ രവിയാണ് ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആണിന്റെ രോദനം. പലപ്പോഴും ആണുങ്ങൾ സ്വന്തം വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് പുറത്തൊരു പുഞ്ചിരിയായിട്ട് നിൽക്കുന്നത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഒരു ആണിന്റെ ലൈഫ് അങ്ങനെയാണ്. ഒരു പെണ്ണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അവൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്നതിനേക്കാളും ആ ഇമോഷൻ പുറത്ത് കാണിച്ച് പൊട്ടിക്കരയുന്നതാണ് കാണാറ്. ഒരു ആണിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരാണ് എപ്പോഴും അവൻ്റെ ആ ഒരു വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന ഒരുത്തനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്, മിക്ക ഒരു 90% ആണുങ്ങൾ. എന്നാൽ ഈ ഭാര്യമാർക്ക് അടിമപ്പെട്ട് പാവാടവള്ളി തൂങ്ങി നടക്കുന്ന കുറെ ഭർത്താക്കന്മാരുണ്ട്. നമ്മുടെ അശ്വിനെയൊക്കെ പോലുള്ള, കെ ഫാമിലിയിൽ അശ്വിനെയൊക്കെ പോലുള്ള അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇവിടെ ജയൻ രവിയുടെ അവസ്ഥയും ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു. ഭാര്യയ്ക്ക് അടിമപ്പെട്ട് സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസ അടക്കം ഭാര്യയുടെ അക്കൗണ്ടിലോട്ടും പിന്നെ ജോയിന്റ് അക്കൗണ്ടിലൊക്കെ ആയിട്ടാണ് ആ പൈസ പൊക്കോണ്ടിരുന്നതെന്നും തനിക്ക് അതിൽ നിന്നും 1 രൂപ പോലും എടുക്കാൻ പറ്റത്തില്ല, എടുത്തു കഴിഞ്ഞാൽ അതിന് എടുത്തെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളടക്കം വരും. അങ്ങനെ ഒരു ഭാര്യയ്ക്ക് അടിമപ്പെട്ട് ഒരു പാവാടവള്ളി തൂങ്ങി നടന്ന ഒരു വ്യക്തിയായിരുന്നു ജയൻ രവി. എന്നാൽ ഇന്നെല്ലാം പൊട്ടിത്തെറിച്ച് എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്ന ജയൻ രവി എല്ലാം വിളിച്ചു പറയാനുണ്ടായ റീസണും വേറെയാണ്. ആ റീസണിലോട്ടും വരാം. ആരതി കാരണം തന്റെ ജീവിതം നശിച്ച് നാറാണത്തായിരുന്നു. താനൊരു മെന്റൽ ട്രോമയിലൂടെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി, കുറെ വർഷങ്ങളായി കടന്നു പോയിക്കൊണ്ടിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ജയൻ രവിയുടെ അടുത്ത് ഈ ആരതിയെ കെട്ടരുത് എന്ന് കാലുപിടിച്ച് പറയുക അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ. എന്നിട്ട് അത് കേൾക്കാതെയാണ് ജയൻ രവി കെട്ടിയതിന് ഒരു റീസൺ ഉണ്ട്. ഇവള് പല തരത്തിലുള്ള ഭീഷണികൾ, കട്ടിങ്, ആ പല പരിപാടികളും ചെയ്തിട്ട് പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയാണ് കെട്ടിയത്. എന്നാൽ ഇതിന്റെ ഇടയിൽ മറ്റൊരു നടി കയറി കളിച്ചിട്ടുണ്ടെന്നും ആ നടി വേറെ 3 നടന്മാരുടെ ജീവിതം അടക്കം തകർത്തിട്ടുണ്ടെന്നും ആ നടിയുടെ പേര് ഖുഷ്ബു എന്നാണെന്ന് അടക്കം റൂമേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജയൻ രവി എന്ന് പറയുന്ന വ്യക്തി ഈ നമ്മൾ സ്ക്രീനിൽ കണ്ട ഒരാളല്ല. തന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ട്രോമകളിലൂടെയും കടന്നുപോയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സ്വന്തം മക്കളെ കാണാൻ പോലും ഈ പറയുന്ന ആരതി ജയൻ രവി അനുവദിച്ചിട്ടില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ആരതി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു തൊട്ടി സ്വഭാവമാണ് ആ സ്വഭാവം. ജയൻ രവിക്ക് തന്റെ മക്കളെ കാണാനുള്ള റൈറ്റ്സ് പോലുമില്ല. എന്നാൽ താൻ വെച്ചിട്ടുള്ള കോടികൾ വിലയുള്ള വീട്ടിലും അതുപോലെ തന്നെ മക്കളുടെ പഠന ചെലവ് അടക്കം സകലമാന ചെലവുകൾ നോക്കുന്നതും ജയൻ രവിയാണ്. ഇതെല്ലാം വാങ്ങിച്ച് തിന്ന് ഞണ്ണി വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണുമ്പിള്ളയായിട്ടാണ് എനിക്ക് ജയൻ രവിയുടെ വാക്കുകളിൽ നിന്നും ആരതിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 50 ലക്ഷത്തിൽ പുറത്ത് മക്കളുടെ പഠന ചെലവിന് വേണ്ടി വരും. ആ പൈസ അടക്കം എല്ലാം ചെലവും ജയൻ രവി നോക്കുന്നു. എല്ലാം കറക്റ്റായിട്ട് നോക്കുന്നു. എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. കോടതിയിൽ നിന്നും ഉള്ള ആ ഒരു ഇത് വെച്ചിട്ട് ജയൻ രവിയുടെ കൂടെ അല്ല മക്കൾ പോകേണ്ടത്, പകരം ആരതിയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആരതിയുടെ കൂടെ പോയപ്പോൾ ആരതി പിന്നെ മക്കളെ ജയൻ രവിയെ കാണിക്കുന്നില്ല. ഇന്ന് ഈ പ്രസ് മീറ്റ് വന്നതിന് ശേഷം എങ്കിലും ജയൻ രവിയുടെ മക്കൾ ഇതെല്ലാം കാണണം. കണ്ടതിന് ശേഷം തന്റെ അച്ഛനായ ജയൻ രവിയുടെ കൂടെ വല്ലപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പോയി നിൽക്കണം. കാരണം ജയൻ രവിക്ക് ഏറ്റവും കൂടുതൽ ജീവൻ തന്റെ മക്കളാണ്. അത് ജയൻ രവിയുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാവുന്നു. പലപ്പോഴും സ്ത്രീകൾ കരയാറുണ്ട്. എല്ലാ സ്ത്രീകളുടെ കേസല്ല കേട്ടോ പറയുന്നത്, ജനറലൈസ് ചെയ്തിട്ടല്ല. സ്ത്രീകൾ പലപ്പോഴും അഭിനയിച്ച് കരയാറുണ്ട്. പെട്ടെന്ന് കണ്ണീര് വരുത്താനും കരയാനും പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് സ്ത്രീകളുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരാണ് കരയുന്നുണ്ടെങ്കിൽ അവന് ഒരുപാട് തവണ ചിന്തിച്ചും ഒരുപാട് തവണ പിടിച്ചുള്ളിൽ ഒതുക്കിയിട്ടും അവസാനം കയ്യിൽ നിൽക്കാതാവുമ്പോഴായിരിക്കും ഒരാണ് കരയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് കയ്യിൽ നിന്ന് പോകാണ്ട് ഒരാണ് ഒരിക്കലും കരയത്തില്ല. കാരണം ആണുങ്ങൾക്ക് കരച്ചിൽ വരുന്നത് വളരെ കുറവാണ്. അത്ര പെട്ടെന്നൊന്നും കരച്ചിൽ വരുന്നില്ല. ഒരു ആണ് കരയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അത്രയ്ക്ക് അവൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ജയൻ രവി എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ചതിന്റെ പീക്ക് ലെവൽ കാര്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ തുറന്നു പറയുന്ന സമയത്ത്, സത്യം പറഞ്ഞാൽ ആ ഒരു പ്രസ് മീറ്റ് കാണുന്ന സമയത്ത് കരയാതെ അല്ലെങ്കിൽ ഉള്ളിൽ ഒരു തുള്ളി വിഷമമെങ്കിലും വരാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വിങ്ങിപ്പൊട്ടി സഹിച്ച് പണ്ടാറമടങ്ങിയിട്ടാണ് ജയൻ രവി ഇതിന് ഒരു പ്രതികരണവുമായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഈ മാധ്യമങ്ങളിൽ വന്ന് ഇന്നൊരു പ്രസ് മീറ്റ് കൊടുത്ത് ഇങ്ങനെ ഒരു പ്രതികരണത്തിന് ഉണ്ടായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെന്നിഷ എന്ന് പറയുന്ന ഗായിക, ഈ ഗായിക അത്യാവശ്യം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഈ ഗായികയുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം അവസാനം നാട്ടുകാരെല്ലാം കൂടി പറഞ്ഞ് അവിഹിതത്തിലാക്കി.
കെന്നീഷയുമായിട്ടുള്ള ജയൻ രവിയുടെ ആ ഒരു സുഹൃത്ത് ബന്ധത്തിന് ഒരുപാട് രീതിയിൽ ആ റൂമേഴ്സ് ആയാലും അല്ലാണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ആ ഒരു പെൺകുട്ടിയുമായിട്ട് അവിഹിതം എന്നുള്ള രീതിയിൽ പറഞ്ഞു പടർത്തുകയും അങ്ങനെ ജയൻ രവി ആരതിയെ ചതിച്ചു എന്നുള്ളൊരു കാര്യം അടക്കം പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ഈ പറയുന്നത് പോലെ അവസാനം ജയൻ രവി വന്ന് പ്രതികരിച്ച. ഇങ്ങനെ ഒരു റൂമർ വന്നതിന് ശേഷം കെന്നീഷ എന്ന് പറയുന്ന ആ ഒരു ഗായിക ജയൻ രവിയുമായിട്ടുള്ള ബന്ധം വരെ നിർത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അടക്കം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത്രയും ഒരു ദുരന്തം പിടിച്ച അവസ്ഥയിലൂടെയാണ് ജയൻ രവി കടന്നുപോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്റെ ഫ്രണ്ടായ തന്റെ സുഹൃത്തായ ഇനി ഒരുപക്ഷെ അവർ റിലേഷനിലാണെങ്കിൽ കൂടി തെറ്റില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഈ പറയുന്ന ആരതിയുമായിട്ട് 2024 തന്നെ പൂർണ്ണമായിട്ട് ബന്ധം വേർപെട്ട് നിൽക്കുകയാണ് ജയൻ രവി. നിയമപരമായിട്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആരതിയുമായിട്ടുള്ള ബന്ധം വേർപെട്ട് തന്നെയാണ് ഈ പറയുന്ന ജയൻ രവി നിൽക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ കെന്നീഷയുമായിട്ട് ഒരു ബന്ധം പുലർത്തിയാൽ കൂടി അതിൽ തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനു മുന്നേ തന്നെ കെന്നീഷയ്ക്കും ജയൻ രവിക്കുമെതിരെ സൈബർ അറ്റാക്ക് അതിരൂക്ഷമായി അത്രയ്ക്ക് പീക്ക് ലെവലായതിനെ തുടർന്ന് കെന്നീഷ് ഇനി ജയൻ രവിയുമായിട്ട് സംസാരിക്കില്ല, ഇനി ജയൻ രവിയുമായിട്ട് ഒരു ബന്ധം പുലർത്തില്ല എന്നുള്ള പോസ്റ്റ് അടക്കം വീഡിയോ ഷെയർ ചെയ്തതിനു ശേഷം അവസാനം വീഡിയോ മുക്കിയെങ്കിലും ആ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ അടക്കം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. അവസാനം ജയൻ രവിക്ക് എല്ലാം കൂടി കണ്ടു കുരു പൊട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് സകലമാന കാര്യങ്ങൾ വിളിച്ചു പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മീനാക്ഷി ക്ഷേത്രത്തിൽ കെന്നീഷയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ജയൻ രവിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ജയൻ രവിയെ ഇൻവൈറ്റ് ചെയ്തതും കെന്നീഷ തന്നെയാണ്. അന്ന് ആ ഒരു പ്രോഗ്രാമിന് ശേഷം സ്റ്റേജിൽ കയറി ജയൻ രവി കെന്നീഷയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. I want everybody to dance. You have to, yeah. ഇതായിരുന്നു അന്ന് ആ മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇതിനുശേഷമാണ് സ്വന്തം ഭാര്യയെ വെച്ചും കൊണ്ട് ജയൻ രവി അവിഹിതത്തിലോട്ട് പോയെന്ന് പറഞ്ഞ് മാക്സിമം സൈബർ അറ്റാക്ക് കെന്നീഷയ്ക്കും ജയൻ രവിക്കും നേരെ വന്നത്. അതിനുശേഷമാണ് കെന്നീഷ ഒരു പോസ്റ്റ് ഇടുന്നത്, ഇനി ജയൻ രവിയുമായിട്ട് ഒരു ബന്ധത്തിലുമില്ല, ഒരു സുഹൃത്ത് ബന്ധവും ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു പോസ്റ്റ് ഇടുകയും വീഡിയോ ഷെയർ ചെയ്യുകയും അതിനെ തുടർന്ന് ജയൻ രവിക്ക് വീണ്ടും കുരുപൊട്ടി. പിന്നെ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ കെന്നീഷ ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. ആ സ്ഥിതിക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ആരതിയുമായിട്ട് വേർപെട്ട് നിന്ന സമയത്ത് സൈക്കോളജി പരമായിട്ട് ജയൻ രവി തന്റെ ഇഷ്യൂസ് കെന്നീഷയോട് ഷെയർ ചെയ്തതാണ്. അതിനുശേഷം താനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജയൻ രവിക്ക് നല്ലൊരു സപ്പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ തുടർന്ന് അവർ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കും മുന്നോട്ട് പോയി. ഇനി അവർ ഒരുപക്ഷെ റിലേഷൻഷിപ്പിലായാലും അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കെന്നീഷ മുന്നേ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. I'm a licensed psychologist. I advocate for mental health இல்லைங்களா. மென்டல் ஹெல்த் நம்மளது நாம பார்த்துக்கலன்னா அது எடுத்துட்டு போய் மற்றவங்க கையில கொடுத்தா அவங்க நாஸ்தி தான் பண்ணுவாங்க. ஸோ நான் கொடுக்குறேன், யாருக்கும் கொடுக்குற நிலைமையில இல்லை. நான் என் பாட்டுக்கு நான் வழியில என் யூனோ ஐம் லைக் அ ஹார்ஸ். I put my blinders on and I run. I want to run till I win and nothing else matters. ഓക്കെ, ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെന്നീഷ ഒരു ഗായിക മാത്രമല്ല, ഒരു ലൈസൻസ്ഡ് സൈക്കോളജിസ്റ്റും കൂടിയാണ്. ആ സ്ഥിതിക്ക് ഇത്രയും മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന ജയൻ രവിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ആശ്വാസമായിരുന്നിരിക്കാം മേ ബി ഈ പറയുന്ന കെന്നീഷ. എന്നാൽ ആ ഒരു സുഹൃത്ത് ബന്ധവും കൂടി നഷ്ടപ്പെട്ട ജയൻ രവിക്ക് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കാണില്ല. അതിനെ തുടർന്നിട്ടായിരിക്കണം മേ ബി ഇങ്ങനെ ഒരു പ്രസ് മീറ്റും ഒരു തീരുമാനമൊക്കെ ജയൻ രവി എടുത്തതും. തന്റെ ലൈഫിൽ തനിക്കൊന്നും നേടാൻ പറ്റുന്നില്ല, താൻ വെറും ഒരു വാഴപ്പിണ്ടി കണക്കിന് മാറിക്കൊണ്ടിരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കണം ജയൻ രവി അവസാനം കുരുപൊട്ടിയിട്ട് എല്ലാ സത്യങ്ങളും ജനങ്ങളോട് തുറന്നു പറയാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത്. ഇവിടെ കുറെ ഫെമിനിസ്റ്റുകളുണ്ട്, സ്ത്രീത്വത്തിന് വേണ്ടിയിട്ടും പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞ് അറിഞ്ഞു തുള്ളുന്ന കുറെ ഫെമിനിസ്റ്റുകൾ. അവളുകൾ എവിടെ പോയി? ഇവിടെ മെൻസ് കമ്മീഷൻ വരണം. മെൻസ് കമ്മീഷൻ നമ്മുടെ രാജ്യം മൊത്തത്തിൽ വരണം, അല്ലാതെ കേരളത്തിൽ മാത്രമല്ല. മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം വന്നേ പറ്റത്തുള്ളൂ. കാരണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനകൾക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പോരാടാനോ ഇവിടെ ആരും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും വേസ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് ഇന്ന് പുരുഷന്മാർ കടന്നു പോകുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പുരുഷന്മാർക്ക് കടന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഖ്യ പങ്ക് സ്ത്രീകൾക്ക് തന്നെയാണ്.
ഓരോ സ്ത്രീകൾ ഓരോ പുരുഷന്മാരുടെ ലൈഫിൽ കയറിയിട്ട് അവിടെ കുളം തോണ്ടാറാണ് പതിവ്. പലതരത്തിലുള്ള ഭീഷണികളും പലതരത്തിലുള്ള പല വിഷയങ്ങളും ഉണ്ടാക്കി മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു പുരുഷന്റെ ജീവിതത്തിൽ സമാധാനക്കേടുണ്ടാക്കാനായിട്ട് ഓരോരുത്തർ കെട്ടിയെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ ജയൻ രവിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മാന്യമായിട്ട് അടിപൊളിയായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ച് നല്ല കരിയർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2009 താനൊരു നശിച്ച തീരുമാനം തന്റെ ലൈഫിൽ എടുക്കുന്നത്. സ്വന്തം വീട്ടുകാരടക്കം പറയുന്നു ഇവളെ കെട്ടണ്ട എന്ന് പറഞ്ഞിട്ടും അതെല്ലാം മറികടന്നുകൊണ്ട് ചാടിക്കയറി കെട്ടിയതിനും ഒരു റീസൺ ഉണ്ട്. അവള് കൈയർത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒരു റീസൺ ആയിരുന്നു. അങ്ങനെ പല ഭീഷണികളും മുന്നിൽ കണ്ടുകൊണ്ടും പല സങ്കടങ്ങൾ താൻ വിശ്വസിച്ച് താൻ അവസാനം കെട്ടി അവസാനം മൂഞ്ചി. ഇതാണ് സംഭവിച്ചത്. ജയൻ രവിയുടെ പണത്തിലായിരുന്നു ആരതിയുടെ കണ്ണ് എന്നാണ് ജയൻ രവിയുടെ ഈ ഒരു ഫുൾ പ്രസ് മീറ്റിംഗ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൊള്ളാം. ജയൻ രവി പറയുന്നത് സത്യമാണെങ്കിൽ ഇത്രയും പോസ്റ്റ് വാരി ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ജയൻ രവി ഒരു അച്ഛനും കൂടിയാണ്. തന്റെ മക്കളെ കാണാനുള്ള സകലമാന റൈറ്റ്സും ഉണ്ട്. എന്നാൽ ജയൻ രവിയുടെ പൈസ മാത്രമായിരുന്നു ആരതി മോഹിച്ചിരുന്നതും അവിടെ കിട്ടിക്കൊണ്ടിരുന്നതും അവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നതും. എന്നാൽ ഇന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ കിടക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയും കൂടിയാണ് ജയൻ രവിയുടെ അവസ്ഥയെന്നും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രസ് മീറ്റിൽ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. என் பிள்ளைங்களை பார்க்க விட மாட்டாங்க. என்னோட லைஃப்ஸ் ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண அவனும் நானும் சேர்ந்து டிக் 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 படம் நடிக்கும் போது ஏன் பிள்ளைங்க நான் எப்படி விடுவேன்? கேட்டுதான் இருப்பீங்களா? இப்படிதான் 50 லட்சம் ரூபா தெரியுமா? 2 பேர் ஸ்கூல் ஃபீஸ். எத்தனை வருஷம் நான் அதை கட்டி பார்த்துட்டு இருக்கேன். அவங்களுக்கு நல்ல லைஃப் கிடைக்கணும்னு. குழந்தைங்க பத்தி என் பாசத்தை பத்தி பேசாதீங்க. உங்க யாருக்கும் எதுவுமே தெரியாது. டெய்லி நைட் உட்காந்து அவன் செஸ் கத்துக்கிறான். சின்ன பையன் டெய்லி உட்காந்து விளையாடுவான். அவன்கிட்ட தோத்து போவேன் நான். என்ன சொல்றீங்களா? குழந்தைங்க மேல அன்பு இல்லைன்னு பார்க்க விட மாட்டாங்க. போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. ஸ்கூலுக்கு பாடி கார்டு அனுப்புறாங்க. என் பசங்க பார்க்கணும் இந்த வீடியோவை. தெரிச்சு தானே ஓடி வந்தேன் நான். அந்த லைஃப் பிடிக்கலன்னு இத்தனை நாள் இருந்தால அப்பெல்லாம் தெரியலையா? அப்பெல்லாம் பாத்துக்கல. எவ்வளவு கோடியில வீடு என்ன கேளுங்க போய் வெளியில. ஈஸியாரே சொல்லும். யாருக்காக? எல்லாம் அவங்களுக்காக தான் நான் பண்ண. இருக்கும் போது பாத்துக்க முடியலன்னா ഇല്ലാതപ്പം മൂടിയിട്ട് ഇരിക്കണം. ഒരച്ഛന്റെ രോദനം അല്ലാണ്ട് എന്ത് പറയാനല്ലേ. വളരെയധികം മെന്റൽ ഒരു ട്രോമയിലൂടെയാണ് ജയൻ രവി കടന്നു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ വിഷമിക്കാണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സങ്കടം തുളുമ്പാണ്ട് ഈ വീഡിയോ കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഒരച്ഛന്റെ രോദനം, ഒരു സ്ത്രീ കാരണം ഒരു ലൈഫ് മൊത്തം സ്പോയിലായ ഒരു മെഗാ നടന്റെ ജീവിതം. നമ്മളെപ്പോഴും വിചാരിക്കും ഇവരുടെയൊക്കെ ലൈഫ് അടിപൊളിയാണ്, ഇവരൊക്കെ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്ന കോടികൾ സമ്പാദ്യമുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവരുടെയൊക്കെ അവസ്ഥ ഇതാണ്. എല്ലാവരുടെയും ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇതുപോലെ ജെന്യുവനായിട്ട് നിൽക്കുന്ന ഓരോ നടന്മാരുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയാണ് അവന്മാർ ഫേസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ജയൻ രവിയുടെ ലൈഫ് തന്നെയാണ് ഒരു ബിഗ് എക്സാമ്പിൾ. നമ്മൾ വിചാരിച്ച ജയൻ രവിക്ക് ഇങ്ങനത്തെ ഒരു ബാഡ് ഹിസ്റ്ററി ഉണ്ടെന്ന്, ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഇത്രയും മെന്റലി ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു ഹിസ്റ്ററി ജയൻ രവിക്ക് ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഇല്ല. എല്ലാം അവസ്ഥ, വല്ലാത്ത അവസ്ഥ. பர்டிகுலரா நான் சொல்லணும்னு நினைக்கிறது இந்த சைபர் புல்லிங் விஷயம். ஒரு பொண்ணு அனுப்பிச்சிட்டீங்க, ரொம்ப தேங்க்ஸ். அதுக்காகலாம் நான் இன்டர்வியூலாம் வைக்கலங்க. அவங்க எங்க இருந்தாலும் நல்லதா இருக்கணும், அவ்வளவுதான், வேற எதுவுமே இல்லை. கெனிஷாவை காலி பண்ணி அனுப்பிச்சிட்டீங்க நீங்க எல்லாரும். சைபர் புல்லிங் உங்களெல்லாம் நான் சும்மாவே விட போறதில்ல. என் அண்ணனுக்கு நடந்ததுனால தம்பிக்கு நடந்ததுனால நான் இதான் பண்ணுவேன். ஏன்னா நான் யாருன்னு தெரிஞ்சவங்க சில பேர் மட்டும்தான், நான் உண்மையா யாருன்னு தெரிஞ்சவங்க. അതായത് കെന്നിഷയുടെ കാര്യമാണ് പറഞ്ഞത്. കെന്നിഷയും ജയൻ രവിയും നല്ല ഫ്രണ്ട്ഷിപ്പ് മോഡിൽ പോയിക്കൊണ്ടിരുന്നു. ഇനി ഒരു പക്ഷേ ഒരു റിലേഷനിലാണെങ്കിൽ കൂടി ഒരു പ്രശ്നമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ കെന്നിഷയും ജയൻ രവിയും തമ്മിൽ അവിഹിതമാണ്, മറ്റേ ബന്ധമാണെന്നൊക്കെയുള്ള രീതിയിൽ സൈബർ ബുള്ളിങ് കാരണം അവസാനം കെന്നിഷ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. ഇനി ജയൻ രവിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട്, ഒരു വീഡിയോ ഇട്ട്, എന്നിട്ട് ആ വീഡിയോ മുക്കിയിട്ടുണ്ട്. അതിന്റെ റീസൺ അറിയത്തില്ല. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഇവർ തമ്മിലുള്ള ബന്ധം നിർത്തിയിട്ടാണ് കെന്നിഷ പോകുന്നത്. ഒരുപക്ഷെ കെന്നിഷയ്ക്ക് അറിയാമായിരിക്കും ജയൻ രവി ഇത്രയും വേഴ്സ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. എന്നാൽ അത് അറിഞ്ഞു വെച്ചിട്ടും ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കെന്നിഷ ഇങ്ങനെ ജയൻ രവി ഈ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ കെന്നിഷ ചെയ്തതും തെറ്റ് തന്നെയാണ്. നല്ലൊരു സുഹൃത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ നിൽക്കുമായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൂടെ നിൽക്കേണ്ട ഒരു സുഹൃത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന യഥാർത്ഥ ഒരു സുഹൃത്തായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ജയൻ രവി ഇട്ടിട്ട് കെന്നിഷ ഒരിക്കലും പോകത്തില്ലായിരുന്നു, പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ കെന്നിഷ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവളും നല്ലൊരു സുഹൃത്തല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നല്ലൊരു സുഹൃത്തല്ല. ഇങ്ങനത്തെ ഒരു സൈബർ ബുള്ളിങ്ങോ കാര്യങ്ങളോ വരുമ്പോൾ സ്വന്തം സൈഡ് സേഫാക്കി പോകുന്ന
സുഹൃത്തിനെ ഇട്ടുകൊടുത്തിട്ട് പോകുന്ന ഒരാളും ഒരിക്കലും നമ്മുടെ ലൈഫിൽ കൂടെ നിൽക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ജയൻ കെന്നിഷ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ജയൻ സേഫാണ്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ സ്വന്തം ലൈഫിൽ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ നല്ലത് മാത്രം കണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് കുറച്ച് ഫെയിമും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് മാത്രം ചിന്തിച്ച് നിൽക്കുന്ന സുഹൃത്തുക്കളെ ഒരിക്കലും കൂടെ പിടിച്ച് നിർത്താതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നതാണ് നമുക്ക് പറ്റിയ ഏറ്റവും നല്ല സിറ്റുവേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെന്നിഷ ജയൻ രവിയുടെ ലൈഫിൽ നിന്നും ഇത്രയും ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ജയൻ രവിക്ക് നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ വേസ്റ്റ് സിറ്റുവേഷൻ വരുമ്പോഴേ കൂടെ ആരൊക്കെ കാണുമില്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ஐசிட் சார் காப்பாத்தினாரு என்ன கொஞ்ச நாள். வீட்டை விட்டு நான் எதுவுமே இல்லாம வந்தவன் நான். இப்ப நான் வாடகை வீட்டுல இருக்கிறேன். அவங்க எல்லாம் நல்லா இருக்காங்க. நான் கோடிக்கணக்கான காட்டின வீட்டுல நல்லா தான் இருக்கு. ജയൻ രവി ഉണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തുക്കളും കോടിക്കണക്കിന് വിലയുള്ള വീട്ടിലും ഇന്ന് ജയൻ രവിക്ക് സ്ഥാനമില്ല. ഇന്ന് ജയൻ രവി കിടക്കുന്നത് വാടക വീട്ടിലാണ്. ആ ഉണ്ടാക്കിയ വീട്ടിൽ മക്കളും ഭാര്യയും ഒക്കെയാണ് കിടക്കുന്നത്. കൊള്ളാം, അടിപൊളി. മക്കൾക്കാണ് അവകാശം വരുന്നത്. പക്ഷേ ആ മക്കളെ പോലും കാണാൻ അനുവദിക്കാത്ത ഒരു ആരതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേസ്റ്റാണ്, വെറും വേസ്റ്റാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ജയൻ രവി പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ആരതി നിങ്ങൾ വെറും വേസ്റ്റായി പോവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. எங்க அப்பா அம்மா கையெடுத்து காலில் ஊந்து கேட்டாங்க, என்ன வேணாப்பா அந்த குடும்பம்னு சொன்னாங்க. எனக்கு அச்சதை போடும் போதே இப்படிதான் போட்டாங்க, நாசமா போன்னு தான் போட்டாங்க மேல. അതായത് ജയൻ രവിയുടെ അച്ഛൻ ഈ കല്യാണം ഉറപ്പിച്ച സമയത്ത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അർച്ചന പോട്ട സമയത്ത് നാശമായി പോയിട് എന്നാണ് പറഞ്ഞത്. അതിനൊരു റീസൺ കാണും. ചിലപ്പോൾ ആരതിയുടെ ഫാമിലിയൊന്നും ജയൻ രവിയുടെ അച്ഛന് ജയൻ രവിയുടെ കുടുംബത്തിന് താല്പര്യം കാണത്തില്ല. ചിലപ്പോൾ ഇവരുടെയൊക്കെ ചീഞ്ഞ സ്വഭാവങ്ങളൊക്കെ അറിയാമായിരിക്കും. എന്നാൽ ജയൻ രവി കല്യാണം കഴിച്ചതിന് ഒരു റീസൺ ഉണ്ട്. കയ്യറുത്ത് ഭീഷണിപ്പെടുത്തി അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതിനെ തുടർന്നൊക്കെയാണ് ജയൻ രവി ഈ പറയുന്ന ആരതിയെ കല്യാണം കഴിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ. எல்லாத்தையும் கொடுத்துட்டானா அவன் கையில். அதான் பெரிய நம்பிக்கை, ட்ரஸ்ட், என் லைஃப் இது எல்லாத்தையும் கொடுத்துட்டான். அப்படியே எனக்கு ஒரு அக்கௌண்ட் கூட கிடையாது என் பேர்ல, தெரியுமா உங்களுக்கு? ஒரே அக்கௌண்ட் தான் எனக்கு இருந்துச்சு, ஜாயிண்ட் அக்கௌண்ட் எக்ஸ் ஃபேமிலியோட. எங்க சொன்னாலும் ஸ்வைப் பண்ணாலும் உடனே போய் என்ன எதுனால என்ன ஏன் இவ்வளவு நான் தான் சம்பாதிக்கிறேன். ரொம்ப அநியாயம் நடந்திருக்கு எனக்கு ரொம்ப அந்த வீட்டுல ரொம்ப அநியாயம் நடந்திருக்கு. சொல்ல முடியாத அளவுக்கு அநியாயம் நடக்குது. அதனால தான் நான் வாங்கி விட்டேன். அசிங்கமா ஏன் என் நேச்சர் அப்படி. ഒരാണ് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ തലേക്കറിയും തൂറും പെണ്ണുങ്ങളെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ സത്യമാണ്. ഇവിടെ ജയൻ രവി കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കി കോടിക്കണക്കിന് പണം ഉണ്ടാക്കി. എന്നാൽ അതിലൊന്നിലും അവന് റൈറ്റ്സ് ഇല്ല. പകരം അവളുടെ അക്കൗണ്ടിലും പിന്നെ ജോയിന്റ് അക്കൗണ്ടിലും ഒക്കെ ആയിട്ടാണ് ഈ പൈസ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ജയൻ രവി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന്, ഏതിനെടുത്ത്, എന്ന് എവിടെ വെച്ച് എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ജയൻ രവി നേരിട്ടിരുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ജയൻ രവി കടന്നു പോയിട്ടുള്ളത്. ഈ ഒരു അവസ്ഥ ഒരാണിന് ഉണ്ടാവാതിരിക്കട്ടെ. ഈ ഭാര്യമാർക്ക് അടിമപ്പെട്ട് അവളുമാരുടെ പാവാട വള്ളി തൂങ്ങി നടക്കുന്ന എല്ലാവന്മാർക്കും ഇതൊരു പാഠമാകട്ടെ. ഭാര്യയെ പേടിച്ച് ജീവിക്കുന്ന ഒരിക്കലും ഒരു ഭർത്താവൊന്നുമല്ല. അതുപോലെ ഭർത്താവിനെ പേടിച്ച് ഒരു ഭാര്യയും ജീവിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒരു മ്യൂച്വൽ കൺസെന്റിലോട്ട് അങ്ങോട്ട് പോകണം. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിമപ്പെടുത്തിയല്ല ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വല്ലാത്ത അവസ്ഥ. ഇങ്ങനെ അനുഭവിച്ചതിനൊന്നും കൈയും കണക്കുമില്ല. இந்த 3 லெட்டர் நடிகை இருக்காங்க, நான் சொன்னல ஆல்ரெடி நிறைய கேஸ். அவங்க பேரை சொன்னா அவங்களும் என் பேரை தெரியாம என்னை வந்து அட்டாக் பண்றாங்களாம். இட்லி நடிகை அதையும் சொல்லிட்டேன் நான். 3 பேர் ஹீரோஸ் என்கிட்ட, பெரிய ஹீரோஸ், அவங்க ஜென்ரேஷன் ஹீரோஸ். என் குடும்பத்தை கெடுக்க வந்த இவாவை அசிங்கமான வார்த்தையில சொன்னாங்க. நாசமா போயிருக்கும். 3 பேரோட வாழ்க்கையை கெடுக்கிறதுக்கு ரெடியா இருந்த அந்த ஒரு பொம்பளை என் லைஃப் பத்தி பேசுறாங்க. ஆனா வேற ஏதாவது பிரச்சனை வந்து அப்படியே நான் ஃபெமினிஸ்ட், நான் இப்படி ஆயிடுவேன். என்ன டிராமா இதெல்லாம். അതായത് ഒരു നടി, 3 നടന്മാരുടെ ജീവിതം അടക്കം തുലച്ച ഒരു നടി ഇപ്പം ജയൻ രവിയുടെ ലൈഫിലും കയറി സംസാരിക്കുന്നുണ്ട്. ആ നടി ഖുഷ്ബു ആണെന്നുള്ള റൂമേഴ്സ് അടക്കം പുറത്തു വരുന്നുണ്ട്. അറിയത്തില്ല, അതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. എന്തായാലും ജയൻ രവി എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയട്ടെ. അങ്ങനെയൊക്കെയുള്ള വൃത്തിയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ ഇതിനെല്ലാം മടലുവെട്ടി അടിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് എനിക്ക് പറയാനുള്ളൂ. വല്ലാത്ത അവസ്ഥയുടെ ഇങ്ങേര് കടന്നുപോയ ഒരു മാനസികാവസ്ഥ സത്യം എന്നെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റത്തില്ല. ഞാനൊക്കെ അടിച്ച് അലവ് കയറിയിട്ട് ഇറങ്ങിൻ്റെ പാട്ടിനുമില്ല, ഇറക്കി വിടും. അതേ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ സ്വത്തിൽ എൻ്റെ വീട്ടിൽ കയറി കിടത്താനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. പിള്ളേരെ മാത്രം നോക്കും ഈ ജയൻ രവിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ. അല്ലാണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പൈസ എനിക്ക് തോന്നുമ്പോൾ എടുക്കുമ്പോൾ അതിന് ചോദ്യം ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. അങ്ങനെ അടിമപ്പെട്ട് ആരും ജീവിക്കേണ്ട കാര്യമില്ല. എന്തോന്ന് ഇത് മറ്റേ പഴയ അടിമത്ത ജീവിതം. വല്ലാത്ത അവസ്ഥയായിട്ട്. ഞാൻ വിചാരിച്ചില്ല ജയൻ രവിയുടെ ഒക്കെ ലൈഫ് ഇങ്ങനെ സ്പോയിലായി കിടക്കുവാണെന്ന്. കൈ കാൽ ഇരിക്കുന്ന എന്നാ വേല വേണം പണി പൊളിച്ചുപ്പ. ഡാൻസ് ക്ലാസ് എടുത്ത് പൊളിച്ചുപ്പ.
பரதநாட்டியம் தெரியுங்க எனக்கு, முறைப்படி அரங்கேற்றம் பண்ணுவேன் நான். எப்படியுமே பழிச்சுக்கலாம், இதுக்கெல்லாம் ஆளாதீங்க. ஆம்பளைங்களுக்கும் நான் சொல்றேன், இந்த மாதிரி லைஃப்ல என்ன மாதிரி கஷ்டப்படுறவங்களுக்கும் நான் சொல்றேன், நான் நிற்பேன் உங்களுக்காக. என்ன அநியாயம் நடந்துட்டு இருக்கு இந்த ஜெனரேஷன்ல எனக்கு தெரியும், நான் நிற்பேன். இன்னும் என்ன வேணா வர சொல்லுங்க, இன்னும் 4 வீடியோ பண்ண நான் வந்துட்டு பலாத்காரம் பண்ண கூட அவங்க சொல்லிக்க சொல்லுங்க, என்ன வேணா பண்ண சொல்லுங்க. இது சுத்தமா இருந்த போதும், அவ்வளவுதான் நான் நினைச்சு வாழ்றது என் லைஃப்ல. அப்படிதான் நான் വാഴും സാവറ വரைക്കും. ഓക്കെ, എനിക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ജയൻ രവിയുടെ ഭാഗത്താണ് ന്യായമായിട്ടാണെന്ന് തോന്നുന്നത്. അതുപോലെ ജയൻ രവി പറയുന്നതിൽ സത്യമുണ്ട് എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇമോഷണലി അത്രയും ബ്രേക്ക് ആയിട്ടുണ്ട്, അത്രയും സഹിച്ചിട്ടുണ്ട്, വർഷങ്ങൾ കൊണ്ട് സഹിക്കുകയായിരുന്നു തൻ്റെ ഭാര്യ എന്നുള്ളൊരു കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവത്തുള്ളൂ. ബാക്കി ചിലപ്പോൾ നമുക്കൊന്നും ക്ലിയർ ആയിട്ട് അങ്ങോട്ട് എത്തിയെന്ന് വരത്തില്ല. എന്തായാലും ജയൻ രവിക്ക് നീതി കിട്ടട്ടെ. ജസ്റ്റിസ് ഫോർ ജയൻ രവി, അതേ എനിക്ക് പറയാനുള്ളൂ. കമ്മീഷൻ ഇവിടെ വേണം. സ്ത്രീകളുടെ ഈ പേക്കൂത്തുകളും അഴിഞ്ഞാട്ടങ്ങളുടെ ഇടയിൽ പുരുഷന്മാരുടെ ജീവിതവും ഇതുപോലെ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും വേണം നീതി. എനിക്കത്രേ പറയാനുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥകൾ ഫുള്ള് പുറത്തു വരട്ടെ. ജയൻ രവിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സകലമാന കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഇനി ഒരു പുരുഷനും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. നമ്മൾ ആണുങ്ങൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ള. പുതിയ വീഡിയോ ആയിട്ടാണ്.